ഹലോ, ഇന്ന് എൻ്റെ ചെടികൾക്ക് വളം കൊടുക്കേണ്ട ദിവസമാണ്. ഞാൻ പൊതുവെ മാസത്തിൽ 6 തവണയാണ് വളം കൊടുക്കുന്നത്. വേനൽക്കാലത്ത് ജൈവവളവും രാസവളവും, മഴക്കാലത്ത് രാസവളവുമാണ് കൊടുക്കുന്നത്. മഴക്കാലത്ത് നമ്മൾ ജൈവവളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിന് റൂട്ട് റോട്ട്, ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം മഴക്കാലം എല്ലാം മാറിയതുകൊണ്ട് ഞാനിന്നിപ്പം എൻ്റെ ചെടിക്ക് ഒരു ജൈവവളം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിന്ന് കൊടുക്കാൻ പോകുന്നത് തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം നമ്മുടെ പ്ലാന്റ്സിന് ഒത്തിരി നല്ലതാണ്. അവർ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ, നിറയെ സ്പൈക്ക് ഉണ്ടാകാൻ, കിക്കീസ് ഉണ്ടാകാൻ, പിന്നെ നല്ല റൂട്ട്സ് ഒക്കെ വരാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ തേങ്ങാവെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കളക്ട് ചെയ്യുന്ന വെള്ളം നമ്മൾ ഒത്തിരി ദിവസം പഴകിയത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പം പ്ലാന്റ്സിന് തേങ്ങാവെള്ളം കൊടുത്താലും നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇരട്ടി അല്ലെങ്കിൽ 6 ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാവെള്ളം കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മുടെ പ്ലാന്റ്സിന് നന്നായിട്ട് നനവ് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ തേങ്ങാവെള്ളത്തിൻ്റെ അംശം നമ്മുടെ പ്ലാന്റ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊഴിവാക്കാനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.